എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കാണിച്ച പോലെ ഐ പി ഒയുടെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്ലസ് പോയിൻറ്റുകൾ എന്നൊക്കെ നമുക്ക് കാണാം. ഐ പി ഒയെ പറ്റി തീരെ അറിയാത്ത ആൾക്കാർ, എന്താ ഐ പി ഒ എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അലോട്ട്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ ദിവസം ഒന്ന് വിൽക്കുന്നുണ്ട്. നല്ല കമ്പനികൾ ലോങ് ബേസിൽ ഹോൾഡ് ചെയ്യണം. അതെന്നാണ് ഈ ഐ പി ഒ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഐ പി ഒ ബാധ്യതാ നിരാകരണം. ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. അതിനെ ഒരു പഠനത്തിനാവശ്യമായ കാര്യമായി എടുക്കുക. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് Disclaimer. Investments and ideas discussed or expressed in this channel may not be suitable for all investors. Investors must make their own investment decisions based on their specific investment objectives and financial position only after consulting such SEBI-certified financial advisors as may be necessary. എന്താണ് ഐ പി ഒ? കമ്പനികൾ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ പി ഒ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയറുകൾ വിൽക്കുന്നത്, കുറച്ച് ഷെയറുകൾ, പാർട്ട് ഓഫ് ഷെയർസ് വിറ്റിട്ട് അവർക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് അവർ ഫണ്ട് ഉപയോഗിക്കുന്നത് കമ്പനികൾ വാങ്ങാൻ വേണ്ടിയിട്ട്, പുതിയ ഫാക്ടറികൾ തുടങ്ങാനോ പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, അവരുടെ പഴയ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ സാധാരണയായിട്ട് ഫണ്ടിന് ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ വലിയ ഫണ്ട് വേണ്ടി വരും ഈ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ പി ഒ അവർ ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് ഗുണം വലിയൊരു ഫണ്ട് കിട്ടുക തന്നെയാണ്. പിന്നുള്ളത് അവർക്ക് പബ്ലിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ടായി ലിമിറ്റഡ് കമ്പനിയായി മാറും. പിന്നെ പുതിയ കസ്റ്റമറെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് അവയർനെസ് ഉണ്ടാവും, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടും ഇതുകൊണ്ട്. പിന്നുള്ളത് അവരുടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കമ്പനി ഇതുപോലെ ഓപ്പറേഷൻ നടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ടാവും. ആ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ലിക്വിഡിറ്റി ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഷെയർസ് വിൽക്കാൻ കമ്പനിയിൽ നിന്ന് സമീപിക്കുന്ന ആവശ്യമില്ല, മാർക്കറ്റിനെ സമീപിക്കുക. അപ്പോൾ പബ്ലിക് അതിൽ ഇടപെടുന്ന കാരണം ഷെയർസ് ആർക്കും വേണ്ടിയിട്ടും വിൽക്കാനും വാങ്ങാനും പറ്റും. ഐ പി ഒ ലിസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഷെയർസ് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും വൈഡ് റേഞ്ചായിട്ട് ഇൻവെസ്റ്റർമാർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, വലിയ ഉണ്ട്, സാധാരണ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഉണ്ട്. ഇവരൊക്കെ വാങ്ങാനും വിൽക്കാനും റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ലിക്വിഡിറ്റി ചെയ്യാനും ഒക്കെ പറ്റും. 2024 ടോട്ടൽ 77 ഐ പി ഒകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ 73 ഐ പി ഒകളിൽ 1,68,334 കോടിയുടെ ഇഷ്യൂ ആണ്. അതിൽ 63 ഹയർ ആയിട്ടാണ് ഓപ്പൺ ആയത്, 8 ഡൗൺ ആയിട്ട് ഓപ്പൺ ആയി, 6 ഏറ്റവും ഹൈയിൽ പോയിട്ട് ട്രിപ്പിളൊക്കെ ആയിട്ടാണ് ഓപ്പൺ ആയി. അപ്പോൾ ഐ പി ഒ ബിസിനസ് വളരെയധികം മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഐ പി ഒയിൽ ശരിക്കും ആർക്കൊക്കെ ഐ പി ഒയിൽ അപേക്ഷിക്കാം. ഡിമാറ്റ് അക്കൗണ്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനും ഐ പി ഒയിൽ അപേക്ഷിക്കാം. ഡിമാറ്റ് അക്കൗണ്ട് മസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ ഷെയർസ് അലോട്ട്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് കാരണം ഡിമാറ്റ് അക്കൗണ്ട് മസ്റ്റാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഈ ഒരു ഓപ്ഷൻ വന്ന ശേഷമാണ് ഈ 3-4 ദിവസത്തിൽ ഈ പ്രോസസ്സിങ് മുഴുവൻ നടക്കുന്നത്. ഐ പി ഒയുടെ ആപ്ലിക്കേഷൻ വരുത്തുന്നതും അതിൻ്റെ ലിസ്റ്റിങ്ങും ആ കാര്യങ്ങളൊക്കെ 3-4 ദിവസത്തിൽ കംപ്ലീറ്റ് ആവണ പോലെയായി. പണ്ടൊക്കെ ഇത് 15-20 ദിവസം 30 ദിവസമൊക്കെയാണ് പറ്റിയിരുന്നത്. ഇപ്പോൾ എന്താ ആവശ്യമില്ല, ഈ ഡിമാറ്റ് അക്കൗണ്ട് ഡയറക്റ്റ് ഡിമാറ്റ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ എല്ലാം നടക്കുന്നത്. അപ്പോൾ ആ സമയം അവർക്ക് ലാഭം ഉണ്ടാവുകയാണ്. എങ്ങനെ അപേക്ഷിക്കാം?
IPO എങ്ങനെ അപേക്ഷിക്കാം? അപ്പോൾ നമുക്ക് സാധാരണ ഒരാൾക്ക് എങ്ങനെ അപേക്ഷിക്കാം? ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാകുമോ എന്ന് കാരണം അത് എന്തായാലും ഏതെങ്കിലും ബ്രോക്കറുടെ ത്രൂ ആണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ ബ്രോക്കറിനെ സമീപിച്ചാലും IPO അപ്ലൈ ചെയ്യാം. അത് വളരെ ഈസി ആയിട്ടാണ്. എന്താ കാരണം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഡിജിറ്റലി വന്ന കാരണം ഒന്നും ഇതില്ല. അവരുടെ ടെർമിനൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ IPO അപ്ലൈ ചെയ്യാൻ പറ്റും. IPO അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യമല്ല, പൈസ നമ്മുടെ ബാങ്കിൽ ബ്ലോക്ക് ആവുമല്ലോ. UPIയുടെ ത്രൂ ആണ് നടക്കുന്നത്. അപ്പോൾ IPO അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, ആ പൈസ അവിടെ ബ്ലോക്ക് ആവും. IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ ആ പൈസ അന്നന്ന് റിലീസാവുകയും ചെയ്യും. കിട്ടിയില്ലെങ്കിൽ മാത്രം ആ പൈസ അവിടുന്ന് പോകില്ല. അപ്പോൾ ജസ്റ്റ് ബാങ്കിൽ എസ്ബ വഴി സ്റ്റോപ്പ് ചെയ്യുമെന്ന് മാത്രമല്ലോ. പിന്നെ ഉള്ളത് ബാങ്ക്, അവരവരുടെ ബാങ്ക്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരവരുടെ ബാങ്കിലുണ്ട്. നെറ്റ് ബാങ്കിങ്ങിൽ, മൊബൈൽ ബാങ്കിങ്ങിലൊക്കെ അസ്ബ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ASBA അസ്ബ. ആ വഴി കൂടി അതിൽ കൂടി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് കൂടി എന്നാൽ നമുക്ക് ബാങ്കിൽ തന്നെ അത് ബ്ലോക്ക് ചെയ്യാം. ബ്രോക്കറുടെ ത്രൂ അല്ലാതെ ഇവിടുന്ന് നമ്മുടെ ബാങ്ക് കൂടി അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക? അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഒരു ലോട്ടറിയുടെ കാര്യം പോലെ വരുന്നത്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ 1 കോടി ഷെയറാണ് അവർ വിൽക്കുന്നത്, അവർ IPOയിലേക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 1 കോടിയുടെ മുകളിൽ 1 കോടി വേറെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ അവിടുന്ന് ശേഷം എത്ര ഇരട്ടിയാണ് പോണ സബ്സ്ക്രിപ്ഷൻ റേഷ്യോ എന്ന് പറയാം. ചിലപ്പോൾ 2:2, 3 പറഞ്ഞാൽ 3 ഇരട്ടിയൊക്കെ അപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഒരു 100% എന്ന് പറഞ്ഞാൽ 1 ഇരട്ടിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷെയർസുകൾ ഇത്രയും അധികം ഷെയർസ് ഉണ്ടാവില്ല. 1 കോടി ഷെയർസ് ഉണ്ടെങ്കിൽ 5 കോടിയും 10 കോടിക്കുള്ള അപ്ലിക്കേഷനാണ് വരിക. അപ്പോൾ ഇത് എല്ലാവർക്കും ഭാഗിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അവിടെ ഒരു ഇലക്ട്രോണിക് ലോട്ടറി സിസ്റ്റം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ 1 by 1 നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻ നമ്പർസും ഉണ്ടാവും. അതിന് ലോട്ടറി ബേസിൽ ഇലക്ട്രോണിക്കായിട്ടാണ് തിരഞ്ഞെടുക്കുക. അത് കാരണം കിട്ടുമോ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. IPOയിൽ അതാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഒരു ലോട്ടറി സിസ്റ്റം പോലെ ആയി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ദിവസങ്ങൾ ആ റേറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാം കേട്ടോ. അത് അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ലിസ്റ്റിൻ്റെ മുമ്പ് നമുക്ക് IPO കൂടെ കിട്ടുന്നെങ്കിൽ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകുമ്പോൾ എത്ര ഇരട്ടിയാണ് പോണത് അതിനനുസരിച്ച് കിട്ടാനുള്ള സാധ്യത കുറവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഉള്ളത് ബൈ ചാൻസ് ചോദിക്കുന്നപ്പോൾ 1000 കോടിയുടെ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്ന ഒരു 1 കോടിയുടെ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അത് 1 ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 90% സബ്സ്ക്രിപ്ഷൻ നടക്കണം. 90% സബ്സ്ക്രിപ്ഷൻ നടന്നില്ലെങ്കിൽ അത് ആ ഒരു IPO ക്യാൻസലായി പോവും. നിങ്ങളുടെ പൈസ തിരിച്ച് വരും എന്ന് പറഞ്ഞാൽ ആ IPO ക്യാൻസലായി എന്നർത്ഥം. 90% ഉണ്ടാവണം സബ്സ്ക്രിപ്ഷൻ. എന്നാൽ മാത്രമാണ് ആ സബ്സ്ക്രിപ്ഷന് IPOക്ക് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ മിക്കതും IPOകളെല്ലാം 2 ഇരട്ടി 3 ഇരട്ടി 10 ഇരട്ടി 20 ഇരട്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഉണ്ടായൊക്കെ നടന്നത് 18 ഇരട്ടിയൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ നടന്നത്. അപ്പോൾ കിട്ടുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ മാത്രം. അപ്പോൾ എല്ലാ കമ്പനികളും ഒന്ന് അപ്ലൈ ചെയ്യുക. ഏതാ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു 4-5 ദിവസമാണ് ഈ പൈസ ഇതായി കിടക്കുക, ബ്ലോക്ക് ആവുക. അപ്പോൾ 5 ദിവസത്തെ ആ ഒരു ടൈം പീരീഡിന് വെച്ചിട്ട് നമ്മൾ ഇതിൽ IPO അപ്ലൈകൾ ചെയ്യാം. ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് IPOകളുടെ ഒരു ജൈത്രയാത്ര എന്നാണ് പറഞ്ഞാൽ പൂരം എന്ന് പറയില്ലേ, കണ്ടമന IPOകളാണ് വരുന്നത്. അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വിധത്തിൽ അപ്ലൈ ചെയ്താലാണ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് നോക്കാം നമുക്ക്.
അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ നേരത്തെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടാവുക. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമിക്കുക. അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നേരത്തെ അപ്ലൈ ചെയ്താൽ കിട്ടും, ലാസ്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. എന്നാലും നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്യാൻ നോക്കുക. നേരത്തെ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളത് ഒരു ഡിമാറ്റ്, ഇപ്പോൾ ഫാമിലിയിൽ പല ഡിമാറ്റ് അക്കൗണ്ട്സ് വേറെ വേറെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാതെ എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലും എന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് സാധ്യത കൂടുതലാണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, സാധ്യത കൂടും. അതേപോലെ അപ്ലൈ ചെയ്ത ശേഷം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ലെവല് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് പബ്ലിഷ് ചെയ്യും. എത്ര ഇരട്ടി ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് കിട്ടാൻ സാധ്യത ഇല്ല അല്ലെങ്കിൽ സാധ്യത ഉണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഈ ദിവസങ്ങളുടെ മുമ്പേ, ഈ ക്ലോസിങ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വിഷയമല്ല. എന്നാലും നിങ്ങൾ ഡെയിലി എത്ര ഇരട്ടി ഇത് ഓരോ ദിവസം 2 അല്ലെങ്കിൽ 3 ദിവസമാണ് ഉണ്ടാവുക അപ്ലൈ ചെയ്യാനുള്ള, 3 ദിവസമാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ദിവസവും അവർ ടി വിയിലും വരും, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി നോക്കാം എത്ര ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നടന്നു എന്ന്. ലോങ് ടൈം ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലതുണ്ടാവുക. ഈ ആരും ഇത് വളരെ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. ഇത് വാങ്ങും, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങും, ആദ്യത്തെ ദിവസം തന്നെ സെല്ല് ചെയ്യും. അപ്പോൾ ഏതൊരു IPO വരുമ്പോഴും ആദ്യം എന്താ ചെയ്യേണ്ടത്, കമ്പനികളെ പറ്റി പഠിക്കുക. നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെ വിലയിരുത്തുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾ IPO അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോങ് ബേസിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം IPO അലോട്ട്മെൻറ്റ് വാങ്ങാൻ നോക്കുക. ഇനിയിപ്പോൾ IPO അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിന് അത് ലിസ്റ്റ് ചെയ്ത ശേഷം വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു കമ്പനി എടുത്തിട്ട് നോക്കാം. IPO ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ വാങ്ങി IPO അപ്ലൈ ചെയ്ത് ലിസ്റ്റ് ചെയ്തുമ്പോൾ വാങ്ങിയതോ അല്ലെങ്കിൽ IPO. അപ്പോൾ വിഗാർഡിനെ നമ്മൾ നോക്കാം. ഇഷ്യൂ സൈസ് വന്നത് 65 കോടിക്കാണ് അവർ ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞാൽ 65 കോടി അവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് IPO ലോഞ്ച് ചെയ്തത്. അവർ 65 കോടി 60 ലക്ഷം 65.6 കോടി. പ്രീ ഹോൾഡിങ്ങിൽ അവരുടെ ഓൾറെഡി 2 കോടി 18 ലക്ഷം ഷെയർസ് അവർ ഉള്ളത്. അതിൽ നിന്നാണ് അവർ ഈ 65.6 കോടിക്ക് വിൽക്കുന്നത്. 65 കോടിക്ക് ഉള്ളത് അവർ വിൽക്കുന്നത്. ഇഷ്യൂ ഷെയർസ് 8 കോടി ഷെയർസാണ് അവർ അതിന് ഇഷ്യൂ ചെയ്യുന്നത്. അവരുടെ 2.18 8 കോടിയാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഫേസ് വാല്യൂക്കാണ് അവർ ഇറക്കിയത്. അപ്പോൾ ഇതാണ് സംഭവം. 65 60 18 ലക്ഷം 2 കോടി. പ്രീ ഹോൾഡിങ്ങിൽ 2 കോടി 18 ലക്ഷത്തിൻ്റെ അവർ ഷെയർസ് ഉണ്ടായിരുന്നു. അതിൽ 8 കോടിക്കുള്ളതാണ് വിറ്റത്. 65 കോടിക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പുതിയ ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം ഈ IPO ഇഷ്യൂ ചെയ്തത് 85 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. 85 രൂപയുടെ പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്. അത് അറൗണ്ട് ആ റേഞ്ചിലാണ് ഞാനത് ഓപ്പൺ ആവുകയും ചെയ്തത്. ആ ഓപ്പൺ ആയ ശേഷം 2014 സ്പ്ലിറ്റും ഇതും വന്നിട്ടുണ്ട്. ബോണസ് കൊടുത്തിട്ടുണ്ട്. 2016 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 2017 ബോണസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലാഖിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് അലോട്ട്മെൻറ്റിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1176 ഈക്വിറ്റി ഷെയർസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 1 ലാഖിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 85 രൂപ വെച്ചിട്ട് 1 ലാഖിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് 1176 ഈക്വിറ്റി ഷെയർസ് അലോട്ട് ആയിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ചാർട്ട് കാണിക്കുന്നത്. ചാർട്ടിൽ കാണാം എങ്ങനെയുണ്ടായിരുന്നു ചാർട്ട് എന്ന്. ചാർട്ടിൽ 2016 17 സ്പ്ലിറ്റും 17 ബോണസും കൊടുത്തതാണ്. 85 രൂപയുടെ റേഞ്ചിൽ ഈ 100 രൂപയുടെ റേഞ്ചിൽ നിന്ന് ഒരു 15 വരെ എന്ന് പറഞ്ഞാൽ 5-6 കൊല്ലം ഈ റേഞ്ചിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് ബ്രേക്ക് ഔട്ടായി. അതേപോലെ ഇത് വളരെ വളരെ ടൈറ്റ് റേഞ്ചിൽ 200, 250, 100, 250, 200 റേഞ്ചിൽ കുറേ 2018 തൊട്ട് 21 വരെ നിന്നുണ്ട്. അതിന് ശേഷമാണ് വലിയ ബ്രേക്ക് ഔട്ട് വന്നത്. അപ്പോൾ എന്താ ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ വാങ്ങി 85 വാങ്ങിയിട്ടുണ്ട്, 1 ലാഖിൽ നിന്ന് വാങ്ങിയിട്ട് 1176 ഇക്വിറ്റി ഷെയർസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം ഇപ്പോൾ കാണാം. 1 ലക്ഷത്തിൽ നിങ്ങൾ വാങ്ങിയിട്ട് 1176 ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങി. അപ്പോൾ ഷെയർസ് അലോട്ടഡ് 1 ലാഖിൽ നിന്ന് 1176. നിങ്ങൾ നോക്കുക, 2012 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 3 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഡിവിഡൻഡ് വന്നത് 3528 രൂപ ഡിവിഡൻഡ് ആട്ടാ. നമ്മൾ മാർക്കറ്റിനൊന്നും നോക്കണില്ല. ഡിവിഡൻഡ് മെയ് 2013 പിന്നെയും 3 രൂപ 50 പൈസ വെച്ചിട്ട് കൊടുത്തു. 4116 രൂപ കിട്ടി. അതും ഡിവിഡൻഡായിട്ട് വന്നു. 2008 അത് ലിസ്റ്റ് ചെയ്തത്. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 3528 രൂപ ഡിവിഡൻഡ് കൊടുത്തു. 2013 അടുത്ത കൊല്ലം തന്നെ 4116 എന്ന് പറഞ്ഞാൽ 4 കൊല്ലം വേറെ അവർ ഒന്നും കൊടുത്തില്ല. 4 കൊല്ലത്തിന് ശേഷം അവർ കൊടുക്കാൻ തുടങ്ങി. അത് അങ്ങനെയാണ് അവരുടെ ലാഭവിഹിതം എന്നത്. ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താ? ലാഭവിഹിതം. അവരുടെ കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ വിഹിതം ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് 3 രൂപ വെച്ചിട്ട് 3 ഈ 1176 നമ്മൾ 1 ലാഖിൽ നിന്ന് വാങ്ങിയ ക്യാപിറ്റലിൽ നിന്ന് വാങ്ങിയ ഷെയർസ്, ഈ ഷെയർസ് ഇൻറ്റു 3 രൂപ 3500 രൂപ, അങ്ങനെ 350. അടുത്തത് 2014 4 രൂപ 50 പൈസ വെച്ച് കൊടുത്തു. അത് 5292. 2015 എല്ലാ കൊള്ളവും കൊടുക്കേണ്ടത് കണ്ടോ. 2015 4 രൂപ വെച്ചിട്ട് കൊടുത്തു. 5292 രൂപ ഈ 1176 ക്വാണ്ടിറ്റിക്ക് കിട്ടി. ഇനിയാണ് 2016 ഇവർ സ്പ്ലിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ 10 രൂപ ഫേസ് വാല്യൂലുള്ള ഷെയർസ് 1 രൂപയായി മാറുകയാണ്. ഫേസ് വാല്യൂ നമ്മൾ IPOയിൽ അവർ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 രൂപയായിരുന്നു. അത് 1 രൂപയാവുക എന്നാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് എന്ന് പറയും. അത് എന്താ പറഞ്ഞാൽ ഒരു ഷെയറുള്ളവർക്ക് 10 ഷെയർ കിട്ടും. ഒരു ഷെയറുള്ളവർക്ക് 10 ഷെയർ. നമുക്ക് 1176 ഷെയറുള്ള കാരണം 11760 ഷെയറായി. ഇതാണ് ഇതിൻ്റെ ഈ ലോങ് ടേം ഹോൾഡിങ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് കാണിച്ചു തരുന്നത്. 11760 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അന്ന് 100 രൂപയ്ക്ക് നടക്കുകയാണെങ്കിൽ 100 രൂപ അന്ന് റേറ്റ് ഉണ്ടാവുമ്പോൾ 10 രൂപ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സ്പ്ലിറ്റ് ആകുമ്പോൾ റേറ്റ് മാറിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ അവിടുന്ന് വളർച്ച വരുമ്പോഴാണ് പിന്നെയും ഇത് നമ്മുടെ ഫണ്ട് കയറുന്നത്. നമ്മൾ ആകെ 1 ലാഖാണ് ക്യാപിറ്റൽ ഇറക്കിയിട്ടുള്ളോട്ടാ. അടുത്തത് 2017 2.5 ബോണസ് കൊടുക്കുന്നു. 2 ഷെയർ ഉള്ളവർക്ക് 5 ഷെയർ ബോണസ് കൊടുക്കുന്നു. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് അല്ല പറയാം, ഇത് ബോണസാണ്. മറ്റേത് സ്പ്ലിറ്റ്, ഇത് ഫേസ് വാല്യൂ കുറയില്ല. സ്പ്ലിറ്റ് ആകുമ്പോൾ 10 രൂപയുള്ള ഫേസ് വാല്യൂന്ന് 1 കുറയും. പറഞ്ഞാൽ മറ്റേ ശരിക്കും ഷെയർസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് ഷെയർ സ്പ്ലിറ്റ് ചെയ്യില്ല. ഷെയർ വാല്യൂ ഉണ്ടല്ലോ, 1 രൂപ ആയിട്ട് തന്നെയാണുള്ളത്. അതിന് ഷിഫ്റ്റിങ് നടക്കില്ല. അപ്പോൾ
അടുത്തത് 2019 പിന്നെ 80 പൈസ വെച്ച് കൊടുത്തു. ഈ 80 പൈസ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ മുമ്പ് 1176 എന്നാണെങ്കിൽ ഇനി തൊട്ടിട്ട് നമുക്ക് 16,464 ഇൻഡു ചെയ്യുന്നത്. അപ്പോൾ 13,171 രൂപ. 80 പൈസ വെച്ചിട്ടാണ് കൊടുത്തിട്ടില്ല, ഒരു ഷെയറിന് 80 പൈസ. അപ്പോൾ 13,171 അതിനുശേഷം പിന്നെ ഇപ്പം ഈ സമയങ്ങളിലൊന്നും നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് നോക്കണേ ഇല്ല കേട്ടാ. നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പൈസ ഡിവിഡൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2021 ₹1.20 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 19,756 അതിനുശേഷം 2022 ₹1.30 വെച്ചിട്ട് അത് 21,403. 23 ₹1.30 വെച്ചിട്ടാണ് 21,403. കഴിഞ്ഞ കൊല്ലം ഈ 2024 മാർച്ചിൽ ₹1.40 വെച്ചിട്ട് കൊടുത്തു, 23,049. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 lakh എന്ന് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഈ 1 lakh ഇറക്കിയെടുത്തുനിന്ന് ഈ എമൗണ്ട് മുഴുവൻ നമ്മൾ മറ്റേ പ്രൈസ് നോക്കണേ ഇല്ല, വെറും ഡിവിഡൻഡ് കൊടുത്തത് മാത്രം നോക്കണം, ഡിവിഡൻഡ് എമൗണ്ട് മാത്രം നോക്കണം. ഈ ഡിവിഡൻഡ് മാത്രം നമുക്ക് 1,16,710 എന്ന് പറഞ്ഞാൽ 2008 തൊട്ട് 2024 എന്ന് പറഞ്ഞാൽ 18 കൊല്ലമെങ്കിലും 1,16,710 നമുക്ക് ഡിവിഡൻഡ് എന്ന് കിട്ടി. അപ്പോൾ ലോങ് ടേം ഹോൾഡിങ്ങിൻ്റെ ഒരു ഇത് നോക്കുക, ആ പൈസ ഓൾറെഡി ഡിവിഡൻഡായിട്ടെന്ന് കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രൈസ് 354 ഏത് 354 രൂപയാണ് ഇന്നത്തെ പ്രൈസ് നടക്കുന്നത് ഈ ഒരു ഷെയറിന്. അപ്പോൾ ഈ 16,464 ഷെയർ ഉണ്ട്. 354 ഇൻറ്റു 58,28,256 ഈ എമൗണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഹോൾഡിങ് വിറ്റുണ്ടെങ്കിൽ ആ പൈസ വരും. അപ്പോൾ ലോങ് ടേമിൻ്റെ ഇത് മനസ്സിലായി. 1 lakh ഇറക്കിയത് 1 lakh ഡിവിഡൻ്റായിട്ടെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ കറണ്ട് ഹോൾഡിങ് 58,28,256. അതാണ് ലോങ് ടേം ഹോൾഡിങ്ങിൻ്റെ ഗുണം. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും, ഇന്ത്യയിലല്ല ലോകത്തിലെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വിറ്റി മാർക്കറ്റാണ്. അതിന് ശേഷമല്ലോ ബാക്കിയെല്ലാം. ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ്, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഷെയർ ഒഴിയാം. അപ്പോൾ ഒരു സ്ഥലം, ഒരു റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ ആ സ്ഥലം നമുക്ക് വിൽക്കുകയാണെങ്കിൽ നടക്കണം. ഇതിൽ അത് നടക്കണ ആവശ്യമില്ല. ഒരു നമ്പർ ഓഫ് ക്ലിക്കിൽ ഷെയർ വിൽക്കുന്നു, ആ പൈസ ബാങ്കിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോകൾ കാണാൻ ആവശ്യപ്പെടുക. വേറെ ഒന്നല്ല, ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കേരളത്തിലാണ് ഏറ്റവും കുറവ് ഈ ഷെയർ മാർക്കറ്റിൽ അറിവ് കുറവുള്ള ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിലും ഷെയർ മാർക്കറ്റിൻ്റെ നോളേജ് വളരെ കുറവാണ്. ഗാംബ്ലിംഗ് ആണ് എല്ലാവരും. ഷെയർ മാർക്കറ്റ് പറഞ്ഞാൽ ഇവിടെ ഗാംബ്ലിംഗ് എന്നാണ് പറയുന്നത്. അത് ഗാംബ്ലിംഗ്, അതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു.